നിധിയാസ് ഫുഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ കറിയുടെ അതേ രുചിയിലുള്ള കോളിഫ്ലവർ കറിയാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ ചൂടാവാൻ വച്ചിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ബേ ലീഫ്, 2 കഷ്ണം പട്ട, 4 ഗ്രാമ്പു, 3 ഏലക്ക ഇവ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 2 സവോള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഉള്ളി നല്ലതുപോലെ വഴണ്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്കിനി ഒരു 1/2 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 8 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 3 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഇവയെല്ലാം നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനിയൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല എന്നിവ കൂടി ചേർത്ത് ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പൊടികളെല്ലാം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് തക്കാളി ഒന്ന് സോഫ്റ്റായി കിട്ടുന്നത് വരെ കുക്ക് ചെയ്യാം. തക്കാളി സോഫ്റ്റായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഈ കോളിഫ്ലവർ ഉപ്പിട്ട ചൂടുവെള്ളത്തിൽ 10 മിനിറ്റ് നേരം മുക്കി വച്ച ശേഷം കഴുകി എടുത്തിട്ടുള്ളതാണ്. ഇനി എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ശേഷം അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ മാഗിയുടെ ഒരു ചിക്കൻ ക്യൂബ് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. കറി ഒന്ന് തിളച്ചതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. 5 മിനിറ്റിന് ശേഷം നമ്മുടെ കറിയുടെ വെള്ളമൊക്കെ വറ്റി ചാറൊക്കെ കുറുകി കോളിഫ്ലവറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതുമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.